വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ മുരിങ്ങയില കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പം അനിയമിയായിട്ടുള്ള ആൾക്കാർ, അതായത് ഹീമോഗ്ലോബിനൊക്കെ കുറവായിട്ടുള്ളവർക്ക്, അതേപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ബോണിന് നല്ലതാണ്, അയൺ കാൽഷ്യം ഒക്കെ നിറയുള്ളതാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ ഇങ്ങനെ സൂപ്പ് വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യത്തിന് എരിവ് എല്ലാ ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുള്ളൂ, പെപ്പറൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും തിക്നെസ്സിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് മാക്സിമം തളിരില എടുക്കാൻ നോക്കണേ. തീരെ മുറ്റിയതെടുക്കുന്നതിനേക്കാളും കുറച്ച് തളിരായിട്ടുള്ള ഇല എടുക്കുകയാണെങ്കിൽ അധികം ആ ഇലയുടെ ഒരു ഇത് കാണത്തില്ല, ഒരു കയ്പ്പ്, ചെറിയൊരു കയ്പ്പ് പോലത്തെ അത് കാണത്തില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മുരിങ്ങയില കണ്ടോ ഇതുപോലെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ചെറിയ ചെറിയ തണ്ടുകളൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലത്തെ തണ്ടുകൾ കുറച്ച് വലിയ തണ്ടായാലും കുഴപ്പമില്ല. അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഓരോ ഇലയായിട്ട് നമ്മൾ തോരൻ എടുക്കുന്നത് പോലെ എടുക്കണമെന്നില്ല. പിന്നെ പഴുത്ത ഇല ഉണ്ടെങ്കിൽ മാറ്റിയേക്കാം, അങ്ങനെ നോക്കിയാൽ മതി. ചെറിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കണ്ടോ ഇതുപോലെയൊക്കെ നമുക്കിട്ട് ചെയ്യാം സൂപ്പ് കേട്ടോ. ഓരോ ഇലയായിട്ട് എടുക്കണ്ട. ഇപ്പം നമ്മൾ ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കൈ നിറയെ ഇതാണ്ടോ ഇങ്ങനെ 2 പിടി എടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4-5 ചെറിയ ഉള്ളി അതും ചേർക്കുന്നു. ഈ ശകലം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വേകട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ മാറ്റി വയ്ക്കാം. നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം, തിളച്ച വെള്ളം. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചീര എടുക്കുമ്പോൾ ഇത്ര ഇല്ല, അത് മുരിങ്ങയില എടുക്കൂലേ, അപ്പോൾ ഇത്ര ഇല്ല, കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എടുത്തപ്പോൾ ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ 2 പിടി നിറച്ചെടുത്തു. 1 പിടി നിറച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മല്ലി, നമ്മുടെ കൊത്തമല്ലി ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. കണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി വെള്ളം ആവശ്യം വന്നപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ വെള്ളം ഇതൊഴിച്ചാണ് ഞാൻ അരച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച പേസ്റ്റ് ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിളപ്പിക്കാം. ഇതുപോലെ 2 മിനിറ്റ് തിളയ്ക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു 2 നുള്ള്, ഒരു കാൽ ടീസ്പൂണിൻ്റെയും പാതി മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെയും പാതി മതി, അതും കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തത് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ട്, തീരെ വെള്ളം പോലെയല്ല. നമ്മളിത് അരച്ചതിന് ചേർത്തിട്ടുണ്ട്. അതിനുള്ള പോഷകങ്ങളെല്ലാം നമുക്കിത് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒന്നും പുറത്ത് പോയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ചൂടോട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷവും
കഴിക്കാം. പിന്നെ ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ ഇതുപോലെ മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ.